പ്രിയങ്ക പുതിയ സിനിമ വല്ലതും തുടങ്ങുന്നുണ്ടോ അല്ലേ തമിഴിലാണോ? ചേട്ടാ ഇപ്പൊ ഒരു ഷൂട്ട് കഴിഞ്ഞു. അത് വിപിൻ ദാസ് മുത്തുഗവ് എന്ന് പറയുന്ന സിനിമ ഡയറക്ട് ചെയ്ത ഡയറക്ടർ വിപിൻ ദാസ് ചെയ്തതാണ്. അതെ, ആ പ്രോജക്റ്റിന്റെ പേര് അന്താക്ഷരി എന്നാണ്. ഞാന് സൈജു കുറുപ്പ്, സുദീപ് കൊപ്പ, വിജയ് ബാബു, ഇങ്ങനെ കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂടെയാണ് അഭിനയിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. അപ്പൊ താങ്ക് യു ഫോർ കമ്മിങ് ടു പറയാം നേടാം. ഒരുപാട് നന്ദിയുണ്ട്. ഫ്യൂച്ചർ പ്രോജക്ട്സിന് എല്ലാം തന്നെ എല്ലാ ദൈവം സഹായിക്കട്ടെ, ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ടേക്ക് കെയർ. കാരണം വളരെയധികം ശ്രദ്ധിക്കുക. അകലങ്ങൾ നോക്കണം, അകലങ്ങളിട്ടേ നടക്കാവൂ. മാസ്ക് വെക്കണം, കൈ കഴുകണം, ഇതൊക്കെ നോക്കുക. അത് തന്നെയാണ് പറയുന്നത്. താങ്ക് യു ചേട്ടാ. എനിക്ക് ഒരുപാട് സന്തോഷം. കാര്യം ഇങ്ങനെ ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് വന്ന് നിൽക്കാൻ പറ്റിയാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല പാട്ടുകൾ കേൾക്കാൻ പറ്റി. ഒരു റിക്വസ്റ്റ് ഉണ്ട്, ശ്രീമാരേട്ടന്റെ ഒരു പാട്ടും കൂടെ കേൾക്കണം. അല്ലാതെ എനിക്ക് എങ്ങനെയാണ് ഇവിടുന്ന് സന്തോഷത്തോടെ പോകാൻ പറ്റണേ? അപ്പൊ ശരി, എനിക്ക് ഈ പാട്ട് പാടിത്തരുമോ? മന്ദാര ചെപ്പുണ്ടോ? ആയിക്കോട്ടെ. മന്ദാരച്ചെപ്പുണ്ടോ മാണിക്കല്ലുണ്ടോ കയ്യിൽ വാർമതി, പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം പാടിതൻ തൂവലുണ്ടോ, ഉള്ളിൽ ആമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, മൗനം പാടുന്നു, മൗനം പാടുന്നു. താങ്ക് യു സോ മച്ച് ചേട്ടാ. റിയാസേ, അടുത്ത സെക്ടർ രാജമാണിക്യം. ഒരു ചോദ്യം, ഒരു ഓപ്ഷനും ഇല്ല, സഹായിക്കാൻ ആരുമില്ല. 10 സെക്കൻഡ് മാത്രം. ഇവിടെ ജീവിതത്തിൽ ഒരു ദിവസം 24 മണിക്കൂർ തികയല്ല. അപ്പൊ 10 സെക്കൻഡൊക്കെ വരെ എന്ത് ചെയ്യും ചേട്ടാ? ചോദിക്കട്ടെ? ചോദിക്കാം. രാജമാണിക്യം. ഇൻ ഹരിഹർ നഗർ എന്ന ചിത്രത്തിന്റെ ക്യാമറാമാൻ ആരാണ്? ടൈം സ്റ്റാർട്ട്സ് നൗ. 9, 8, 7, വേണു. 3, 1, 0. അവസാനം ഈ കുടം കൊണ്ട് ഉടയ്ക്കുമല്ലോ. അല്ലേ ലവൻ പുലിയാണ് കേട്ടാ. 20,000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഗോഡ് ബ്ലസ് യു. എന്തായാലും റിയാസെ, ഈ 2 ദിവസം ഈ കണ്ടുകൊണ്ടിരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു ട്രീറ്റ് തന്നെയായിരുന്നു. എന്താണ്, ഒരു രസകരമായിട്ടുള്ള കുറേ മൂമെന്റ്സ് നമുക്ക് ഇനിയുണ്ട്. എന്തായാലും ഉള്ളത് വെച്ച് ഓണം പോലെ എന്ന് പറഞ്ഞാൽ സമയം ഞാനാണ് ശരിക്കും എൻജോയ് ചെയ്തത്. ചേട്ടനുമായിട്ട് കുറേ സമയം ചെലവഴിക്കാൻ കഴിഞ്ഞു. അതൊരു വലിയ സന്തോഷം, വലിയ ഭാഗ്യമാണ്. പിന്നെ ചേട്ടൻ്റെ പാട്ടുകൾ ഒരുപാട് കേൾക്കാൻ, കാരണം സാഹചര്യം ഇങ്ങനെയാണല്ലോ, ചോദ്യങ്ങളാണല്ലോ, അതുകൊണ്ട് എങ്കിലും അതിനിടയ്ക്ക് പാട്ട് കേൾക്കാൻ പറ്റി. ഒരുപാട് സന്തോഷം ചേട്ടാ. ഒരുപാട് സന്തോഷം പറയുന്നു. വീണ്ടും പറയാം നേടാം എന്ന ഈ ബിഗ് ഗെയിം ഷോയിൽ വന്നതിന് റിയാസിന് താങ്ക്സ്.